ആദ്യമായിട്ടാട്ടോ ഒരു കസ്റ്റമർ നമ്മളെ വിളിച്ചിട്ട് കേക്കിന് വലിയ ഫിനിഷിംഗ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ തന്നത് രമ്യ ചേച്ചിയായിരുന്നു കേട്ടോ. ഇത് 2 kg സ്ട്രോബെറി കേക്ക് ആയിരുന്നു. ചേച്ചി മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1-2 മോഡലൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും അവസാനം ഈ ഒരു രീതിയിൽ കേക്ക് ചെയ്യാമെന്ന് ഞങ്ങൾ രണ്ടും തീരുമാനിച്ചു. ഇതിന് ഞാൻ ഈ ഒരു കേക്കിന് വൈറ്റ് ഷെയ്ഡല്ല കേട്ടോ കൊടുത്തത്, ഒരു ഓഫ് വൈറ്റ് കളറാണ് കൊടുത്തത്. സൈഡിൽ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടില്ല, ടോപ്പ് ഭാഗം മാത്രം ഫൈനൽ കോട്ട് ചെയ്തു. എന്നിട്ട് നമ്മുടെ പാൽ നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒരു ലൈൻ പോലെ ഇട്ട് കൊടുത്തു. സൈഡിൽ നമ്മുടെ സ്റ്റാർ നോസിലില്ലേ, ആ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്തെടുക്കുമായിരുന്നു കേട്ടോ. കുറച്ച് ടൈം എടുത്ത് ചെയ്തൊരു പണിയാണ്. കാര്യം പെട്ടെന്ന് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴത്തേനും പക്ഷേ എൻ്റെ കൈ സമ്മതിച്ചില്ല കേട്ടോ. കുറേ ടൈം എടുക്കേണ്ടി വന്നു ഈ ഒരു സൈഡ് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയൊക്കെ ചെയ്തപ്പോഴത്തേനും നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ റെഡ് കളർ വെച്ചിട്ട് ചെറിയ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ചെറിയ ചെറിയ ഫ്ലവർ സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ വന്നപ്പോഴത്തേന് നല്ല രസമുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു പൂവിന് കുറച്ച് ലീഫും കാര്യങ്ങളും കൂടെ വെച്ച് കൊടുത്തിട്ട് ആ ഒരു കേക്ക് അത്രയായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കേക്കിൽ ഞാൻ റൈറ്റിങ്ങിന് യൂസ് ചെയ്തേക്കുന്നത് ഗനാഷ കേട്ടോ. ഞാൻ ആദ്യം ഒന്ന് ആലോചിച്ചു കളർ വെച്ചിട്ട് ഏതെങ്കിലും ഒരു കളർ മിക്സ് ചെയ്തിട്ട് എഴുതാവുന്നു, പക്ഷേ അത് മാച്ച് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചെങ്കിൽ ഗനാഷ വെച്ചിട്ട് തന്നെ റൈറ്റിങ് കംപ്ലീറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെയായിരുന്നു കേട്ടോ എഴുതിയിട്ടുണ്ടായിരുന്നത്. അവസാനം ഫൈനലായിട്ട് കുറച്ച് ഷുഗർ ബോൾസും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതേപോലെ കുറച്ച് ബട്ടർഫ്ലൈസും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കേക്കിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.